എന്തുകൊണ്ട് എങ്ങനെയാണ് വരുമാനം സമ്പാദിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ജോബ് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അവരുടെ വർക്ക് പ്ലസ് വർക്കിംഗ് അവർ ഇൻകം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എത്ര മണിക്കൂർ അദ്ദേഹം ജോലി ചെയ്യുന്നു, അദ്ദേഹം എന്ത് ജോലി ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു എംപ്ലോയിക്ക് വരുമാനം കിട്ടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉദാഹരണമായിട്ട് ഒരു വ്യക്തി, ഒരു എംപ്ലോയി 8 മണിക്കൂറാണ് അവിടെ പ്രവൃത്തി മണിക്കൂർ എന്ന് വെച്ചാൽ അദ്ദേഹം എന്തും പ്രവൃത്തി കൂടി ചെയ്യുന്നു എന്ന് നോക്കിയാൽ അദ്ദേഹത്തിന് മാക്സിമം കിട്ടാവുന്ന വരുമാനം ഒരു 8 മണിക്കൂർ അവിടെ പ്രവൃത്തി മണിക്കൂറും അവർ പ്രവർത്തിക്കുന്ന മേഖല അനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടാനുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു 15,000 മുതൽ ഒരു 40,000 വരെ വരുമാനം സമ്പാദിക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി 8 മണിക്കൂർ എന്നുള്ളത് അദ്ദേഹത്തിന് 16 മണിക്കൂർ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണിക്കൂറും പ്ലസ് അദ്ദേഹത്തിന് പ്രവർത്തിക്കുന്ന തൊഴിലിന്റെ സ്വഭാവം വലിയ ഘടകമാണത്. അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലയിൽ കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത്. ആ വരുമാനം എന്ന് പറയുന്നത് ഒരു 30,000 മുതൽ 60,000 വരെ വരുമാനം സമ്പാദിക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന് 24 മണിക്കൂർ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണിക്കൂറും അദ്ദേഹത്തിന്റെ പ്രവർത്തിക്കുന്ന തൊഴിലിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിന് ഇന്ന് ഇന്ത്യൻ സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് മാക്സിമം ഉണ്ടാക്കാൻ പറ്റാവുന്ന വരുമാനം എന്ന് പറയുന്നത് 1,00,000 താഴെയാണ് പറയാം. എത്ര എഫേർട്ട് എടുത്താലും. ഞാൻ നേരത്തെ പറഞ്ഞു എംപ്ലോയീസ് ആൻഡ് സെൽഫ് എംപ്ലോയീസ് 95% ആളുകളും 24 മണിക്കൂറും എഫേർട്ട് ഇടുക എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ്. 24 മണിക്കൂർ എങ്ങനെ പണിയെടുക്കുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു കടയോ 2 സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 24 മണിക്കൂറും അത് വിജയിക്കാൻ വേണ്ടി എഫർട്ട് ഇടും. അങ്ങനെ എടുത്താൽ പോലും മാക്സിമം ഒരു മാസത്തിൽ 1,00,000 താഴെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പരിധിയുണ്ട് അവിടെ. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, എന്തുകൊണ്ടാണ് എംപ്ലോയീസിക്കോ എംപ്ലോയിക്കോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയീസിക്കോ ഒരു ലിമിറ്റേഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പേഴ്സണൽ എഫർട്ട് ആണ് അവിടെ. അതുപോലെ തന്നെ പേഴ്സണൽ പ്രസൻസ് ആണ്. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു പരിധിയുണ്ട് അതിന്റെ എഫർട്ടിന്. പ്ലസ് പ്രസൻസ് എന്ന് പറയുന്നത് ഒരു മാസം ജോലിക്ക് പോകുന്ന എനിക്ക് 15 ദിവസം ജോലിക്ക് പോകാൻ സാധിച്ചുള്ളൂ എങ്കിൽ ആ 15 ദിവസത്തെ വരുമാനം എനിക്ക് നേടാൻ സാധിക്കുന്നുള്ളൂ. ആ 15 ദിവസം എന്റെ പ്രസൻസ് ഇല്ലാതെ എനിക്ക് അവിടെ വരുമാനം കിട്ടില്ല. അതാണ് എംപ്ലോയീസ് ആൻഡ് സെൽഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരു വ്യവസായിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു വ്യവസായി അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ വലിയ കോടീശ്വരനാകുന്നത്? അവിടെയാണ് നേരത്തെ നിങ്ങൾ പരിചയപ്പെട്ട എംപ്ലോയീസ് ആൻഡ് സെൽഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന ആളുകളെ വ്യവസായിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു. 8 മണിക്കൂറും 16 മണിക്കൂറും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആളുകളെ എംപ്ലോയിക്ക് ബിസിനസ്സുകാരന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. അവിടെ 100 കണക്കിന് ആളുകളുടെ എഫർട്ടിനെയും കഴിവിനെയും ഒരു വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ബിസിനസ്സുകാരന്റെ രീതിയിലേക്ക് മാറുന്നു. ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന 1-2 കടയുള്ള ആളുകളല്ല. ഉദാഹരണമായിട്ട് കല്യാൺ, അതേപോലെ തന്നെ ജോയ് ആലുക്കാസ്, യൂസുഫ് അലിസ, ഇവരൊക്കെ വളരെ വലിയ രീതിയിൽ 100 കണക്കിന് ആളുകളുടെ എഫർട്ട് റിട്ടേൺ എടുക്കുന്ന ആളുകളാണ്. അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമാണ് അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യവസായി ഇന്ന് കോടീശ്വരനായിട്ട് മാറുന്നത്. ഇവിടെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഈ അവസരം എന്ന് പറയുന്നത്. 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, ഒരു നഷ്ട സാധ്യതയില്ലാതെ, 1 രൂപ പോലും ഒരു വ്യക്തിയുടെ നിങ്ങൾ മുഖാന്തരം പോകാതെ വളരെ പ്രൂവ് ആയിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം തരുന്ന ഒരു വരാൻ പോകുന്ന ഒരു വലിയ കാലഘട്ടത്തിന്റെ ഓപ്പർച്യൂണിറ്റിയാണ്, അവസരമാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ അവസരത്തിന്റെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഓർ കമ്മ്യൂണിറ്റി കൊമേഴ്സ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, റഫറൽ മാർക്കറ്റിംഗ്, ഇങ്ങനെ പല രീതിയിൽ ഈ മാർക്കറ്റിംഗ് അറിയപ്പെടുന്നു. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ സുഹൃത്തോ ബന്ധോ പരിചയപ്പെടുത്തിയ ആശയം എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ഡയറക്ട് സെല്ലിംഗ് ആണ് ആ ഇൻഡസ്ട്രി ആണെന്നുള്ള പരിചയപ്പെട്ടിരിക്കുന്ന ആശയം എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു കച്ചവട ആശയമാണ്. വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ നൂതനമായ ഒരു ടെക്നോളജിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മക്കൾ പോലും പഠിച്ച് പ്രൊഫഷണൽ ആയിട്ട് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. 1940-കളിൽ അമേരിക്കയിലാണ് ഈ വ്യവസായം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമാക്കാൻ സഹായിച്ച ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഒരു 96-97 കാലഘട്ടത്തിലേക്ക് അത് ശക്തമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അതോടൊപ്പം തന്നെ മത്സ്യം പോലെയുള്ള മേഖലകൾ വന്നു. പല നെഗറ്റീവ്സുകളും അതിൻ്റെ ഒപ്പം വന്നു.
അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാതെ പോയി. എന്താണ് ഡയറക്ട് സെല്ലിംഗ്, എന്താണ് മണി ചെയ്യുന്നത്, ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് തത്തുല്യമായ ഉൽപ്പന്നം കിട്ടാതെ പോയ സമയത്ത് പല നെഗറ്റീവ്സുകളും ഉണ്ടായി. കേസ് കൂട്ടം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വളരെ കൃത്യമായിട്ട് ഗവൺമെന്റ് തന്നെ പഠിച്ചില്ല. പൂർണ്ണമായിട്ടും ഈ ഗവൺമെന്റ് ഈ മേഖലയെ തടഞ്ഞു. അങ്ങനെ തടഞ്ഞ സമയത്ത് ഈ മേഖലയിൽ ശക്തരായിട്ട് പ്രവർത്തിച്ച നല്ല ലീഡേഴ്സും നല്ല യൂണിയൻ മേഖലകളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഗംഭീരമായിട്ട് അതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി. 10-20 വർഷത്തെ അവരുടെ പ്രയത്നം എന്ന് പറയാം. കൃത്യമായിട്ട് 2018 ഓഗസ്റ്റ് 8 ഇതിനൊരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റും. അതോടൊപ്പം തന്നെ 2021 പാർലമെന്റിൽ നിയമം വന്നു. ഇപ്പൊ വീണ്ടും 19 കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അംഗീകരിച്ച നിയമം നമ്മുടെ കയ്യിൽ. അത്രയും വലിയൊരു വ്യവസായമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ആശയം തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കച്ചവടാശയമാണ്. അപ്പൊ ഈ കച്ചവടാശയം നമുക്ക് അറിയണമെങ്കിൽ, ആ ആശയം നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരമ്പരാഗതമായ ഒരു കച്ചവടം നമുക്കറിയണം. ആ പരമ്പരാഗതമായ നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ നമുക്കറിയുന്ന ആ കച്ചവട രീതി എന്ന് പറയുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലൂടെയാണ്. അപ്പൊ ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയ കച്ചവടാശയം നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്? നമുക്കൊരു ഉൽപ്പന്നം നമ്മുടെ തൊട്ടടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് വെക്കുക. 100 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഉൽപ്പന്നം വാങ്ങിച്ചതെങ്കിൽ ആ ഉൽപ്പന്നം നമ്മൾ ആ കടയിൽ 100 രൂപയാണ് കൊടുത്തത്. ആ ഉൽപ്പന്നം നിർമ്മിക്കാനായിട്ട് ഒരു നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് ഒരു 30-40 രൂപയുള്ളൂ എന്നാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഇത്രയും കാലം ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ 100 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ആ 100 രൂപയുടെ നമ്മൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന മൂല്യം എന്ന് പറയുന്നത് ഒരു 30-40 രൂപയുള്ളൂ. നമ്മൾ കൊടുത്തതിന്റെ 60-70% നിങ്ങൾ ഇത്രയും കാലം ആർക്കാണ് കൊടുത്തത്, എവിടേക്കാണ് പോയത്, ഇന്നു വരെ ഞാനോ നിങ്ങളോ ഇത് അന്വേഷിച്ചിട്ടില്ല. പക്ഷെ ഈ ആശയം വന്ന സമയത്ത് നമ്മൾ അന്വേഷിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അവിടെ പോയത് ട്രഡീഷണൽ മാർക്കറ്റിംഗിലൂടെ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, C&F, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ. ചിലപ്പോൾ നമുക്ക് ഹോൾസെയിലാരൊക്കെ ഒന്ന് അറിയാൻ പറ്റും. എന്നിട്ടാണ് അവിടെ നമ്മുടെ റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുന്നത്. അപ്പൊ ഈ 5ഓളം ഇടനിലക്കാരുണ്ട് അവിടെ. പിന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്, പരസ്യമാണ്. ഇഷ്ടംപോലെ പരസ്യം കാണും. പക്ഷേ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഈ അവസരത്തിലേക്ക് കടന്നത് മനസ്സിലാക്കുന്നതിന് മുൻപ് പരസ്യത്തിനെങ്കിലും ആ കമ്പനി പരസ്യത്തിന്റെ പൈസ കൊടുത്തിട്ടുണ്ടാവുന്ന. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും പണിയെടുക്കുന്ന പൈസയുടെ വലിയൊരു ശതമാനമാണ് ഈ പരസ്യത്തിന് മുഴുവൻ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു വിഭാഗത്തിലേക്കാണ് നമ്മൾ പണിയെടുക്കുന്നതിന് 60-70% പോകുന്നത് ട്രഡീഷണൽ മാർക്കറ്റിലൂടെ. ഇവിടെയാണ് ഡയറക്ട് സെല്ലിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെയും ഒരു മാനുഫാക്ചറിംഗ് ഉണ്ട്. ഇവിടെ നിർമ്മാണ ചെലവ് 100 രൂപയുടെ ഉൽപ്പന്നത്തിന് 30-40 തന്നെയാണ്. ഇവിടെയും MRP 100 രൂപയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ നിങ്ങൾ നോക്കൂ, നേരത്തെ കാണുന്ന ആരും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടെ ആരെയാണ് കാണുന്നത്? ഡിസ്ട്രിബ്യൂട്ടർ. നിങ്ങൾ ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തരും ഇതിന്റെ ഭാഗമാണ്. ഇതിന്റെ ഇടയിലെ എല്ലാവരെയും നമ്മൾ കളയുന്നു. ആ എല്ലാവരിലേക്കും പോയിരുന്ന 60-70% നമ്മൾ ഓരോരുത്തരിലേക്കും സേവ് ചെയ്യപ്പെടുന്നു. നിങ്ങളിലൂടെ 100 പേരിലേക്ക് പോയാൽ ആ 100 പേരിലേക്കും അവർ പുറത്തു കൊടുത്തിരുന്ന 60-70% താഴേക്ക് റീഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുന്നു. ഈ മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത് ഫിക്കിയുടെ ഒരു വ്യവസായ സംഘടനയുടെ ഏറ്റവും വലിയൊരു ഇതാണ്. 2025 വരുമ്പോഴേക്കും 18 ബില്യൺ യുവാക്കൾ ഇൻഡസ്ട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വലിയൊരു വ്യവസായമായിട്ട് ഈ ബിസിനസ് മാറുമെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് ആണ് 2018 വന്നത്. പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത് ഞാൻ 21 പാർലമെന്റിലെ നിയമം പറഞ്ഞു. അതേപോലെ തന്നെ വേൾഡ് ഫെഡറേഷൻ ആനുവൽ റിപ്പോർട്ട് അനുസരിച്ച് $180.5 ബില്യൺ ഇൻഡസ്ട്രിയായിട്ട് ഈ വ്യവസായം വളർന്നു. ഇന്ന് 170ഓളം ലോക രാജ്യങ്ങളിൽ അതിശക്തമായിട്ട് ഈ ഇൻഡസ്ട്രി വളർന്നു കഴിഞ്ഞു. ഇത് $2.4 ബില്യൺ 2019 കൊടുത്തിട്ടുണ്ട്. ലോക രാജ്യങ്ങളിലെ 15ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഏകദേശം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അവസരം, ഡയറക്ട് സെല്ലിംഗിന്റെ പ്രാധാന്യം എന്താണ്, ഇൻഡസ്ട്രിയുടെ പവർ എന്താണ്, ഈ ഇൻഡസ്ട്രിയുടെ വളർച്ച എന്ന് വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷെ ഈ അവസരം ഇത്രയും ശക്തമാണ് എന്ന് പറയുമ്പോൾ
ഈ അവസരം ഡയറക്ഷൻ ഇൻഡസ്ട്രി ഇത്രയും പവർഫുൾ ആണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ഗുഡ് ഡയറക്ഷൻ കമ്പനിയെ നമ്മൾ തിരഞ്ഞെടുക്കുക? അത് വളരെ വാല്യുബിൾ ഒരു ചോദ്യമാണ്. എങ്ങനെ നമുക്കൊരു ഗുഡ് ഡയറക്ഷൻ കമ്പനിയെ തിരഞ്ഞെടുക്കാം? അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 6 കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരു ഡയറക്ഷൻ കമ്പനിയെ തിരഞ്ഞെടുക്കുമ്പോൾ 6 മാനദണ്ഡങ്ങൾ നോക്കണം. എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഡയറക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇടയിൽ ഒരു പരസ്യക്കാരും കച്ചവടക്കാരും ഇല്ല. അപ്പൊ ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സുകളായിരിക്കണം. നമ്മുടെ കമ്പനി, നമ്മൾ പരിചയപ്പെട്ട കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഹൈ ക്വാളിറ്റി ആണോ? ആളുകളിലേക്ക് കൊടുക്കാൻ സാധിക്കും, വീണ്ടും വീണ്ടും ആളുകൾ വാങ്ങിക്കോ? ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണോ? പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ്, നമ്മുടെ ട്രാക്ക്, ഈ കമ്പനിയുടെ ട്രാക്ക് സക്സസ് ആണോ? അതേപോലെ തന്നെ എന്താണ് ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ് ആണോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ഏതൊരു സാധാരണക്കാരനും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ് ആണോ? അതേപോലെ തന്നെ കോമൺ എഡ്യൂക്കേഷൻ, നമ്മൾ ഇതിനെ പഠിക്കാനായിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടോ എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ, സ്ട്രോങ് ആയിട്ടൊരു മാനേജ്മെന്റ് ഉണ്ടോ ഈ കമ്പനിക്ക്, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇത് ഒക്കെ ചെയ്താൽ നമുക്ക് ഇൻകം തരുന്നത് നമ്മുടെ പ്ലാനാണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും. ഈ 6 കാര്യങ്ങളും നിങ്ങളൊരു ഡയറക്ഷൻ കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇവിടെ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഈ 6 കാര്യങ്ങളും പ്രൂവ് ചെയ്ത് നമുക്ക് തരുന്ന ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മൈ നാഷണൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇനി ഇന്ത്യയിലെ നമ്പർ 1 ആണെങ്കിൽ നാളെ ലോകത്തിലെ നമ്പർ 1 ആകാൻ പോകുന്ന കമ്പനി മൈ നാഷണൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. 2013 ഓഗസ്റ്റ് 14 ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. 2016 കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്നലെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ്, നമ്മുടെ റീജിയണൽ ഓഫീസ് എന്ന് പറയുന്നത് ചെന്നൈയിലാണ്, നമ്മുടെ കേരളത്തിലെ ഓഫീസ് എന്ന് പറയുന്നത് എറണാകുളത്ത് മരടില് ന്യൂക്ലിയസ് മാളിൽ 5th ഫ്ലോറിൽ നമ്മുടെ കമ്പനിയുടെ ഓഫീസ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ വലിയ ശക്തമായിട്ട് ഇന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ എന്താ പറയുക 700ഓളം ഔട്ട്ലെറ്റുകൾ, ഒരു ജില്ലയിൽ 1, 2, 3, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 3 ഔട്ട്ലെറ്റുകളുണ്ട്, കുന്നംകുളം, ചിയ്യാരം, ചാലക്കുടി. അപ്പൊ ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഒരു ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പും കൂടെ നമ്മുടെ കമ്പനിക്കുണ്ട്. അങ്ങനെ വളരെ ശക്തമായിട്ട് പോകുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. ഞാൻ നേരത്തെ പറഞ്ഞു, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ അത്രയും ഹൈ ക്വാളിറ്റി ആണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ. സർട്ടിഫിക്കേഷനുകളാണ് നമുക്ക് കാണുന്നത്. പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷനുകളാണ് ആയുഷ്, FSSAI, ഒറാക്കിൾ. എന്താണ് ആയുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ, അലോപ്പതിനെ മാത്രം ഒഴിച്ചു നിർത്തിക്കൊണ്ട് സെൻട്രൽ മിനിസ്ട്രിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആയുഷ് എന്ന് പറയുന്നത്. ആ എംബ്ലമാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക്. നമ്മളോ നമ്മുടെ കമ്പനിയോ പറയുന്നതല്ല. ആയുഷ് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ മിനിസ്ട്രിയാണ് പറയുന്നത്. ആ അംഗീകാരമാണ് നമ്മുടെ എംബ്ലം എന്ന് പറയുന്നത്. നമ്മൾ 25 താഴെ ഉൽപ്പന്നങ്ങൾക്ക് ആ എംബ്ലം ഉണ്ട്. നമുക്ക് ഇന്ത്യയിലെ പർപ്പസിന് ആവശ്യം സ്റ്റാൻഡേർഡ് മതി. നിങ്ങൾക്ക് ആ ചോപ്പ് കാണുന്നിടത്ത് പച്ച ഉണ്ടായാൽ നമുക്ക് ഇന്ത്യയിൽ മുഴുവൻ മാർക്കറ്റ് ചെയ്യാം. ഇത് നമുക്ക് ചോപ്പാണ്, നിങ്ങൾക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റി എന്ന് പറയും. ഇവിടെ നിന്നല്ലാണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കയറ്റി അയക്കാൻ സാധിക്കുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റികളാണ് ആയുഷ് പ്രീമിയം എന്ന് പറയുന്നത്. ഇതെല്ലാം സർട്ടിഫിക്കേഷൻ, നിരവധി സർട്ടിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് സ്പെഷ്യൽ ആയിട്ടാണ് ആയുഷ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിന്റെ വേൾഡ് ക്ലാസ് റേഞ്ച് പ്രൊഡക്ട്സുകൾ ആയുഷ് പ്രീമിയം? ലോകത്ത് 316 ഉൽപ്പന്നങ്ങളുള്ള സമയത്ത് 25 താഴെ ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റ് സൈറ്റിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സയന്റിസ്റ്റുകളാണ്, നമ്മുടെ ബ്രെയിൻസുകളാണ്. ഈ സയന്റിസ്റ്റുകൾ എന്ന് പറയുന്നത് ഡോക്ടർ KK രാജേഷ്, ഡോക്ടർ DP അനന്തനാരായണ, ഡോക്ടർ KC ഗൗതം, ഡോക്ടർ ശർമ്മ, ഡോക്ടർ ശ്രീലാൽ പട്ടേൽ. ഇവരൊക്കെ നമ്മുടെ പ്രഗത്ഭരായ സയന്റിസ്റ്റുകളാണ്. ഒരു 100ഓളം സയന്റിസ്റ്റുകളുടെ പിന്നിലാണ് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. നമ്മൾ സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഈ ഉൽപ്പന്നങ്ങൾ അറിയുള്ളൂ എന്ന് മാത്രമാണ്. നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വെൽനസ് ആണ്. എന്താണ് വെൽനസ്? നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. ആർക്കും ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ധാരണ കുറവില്ല. കാരണം ഇന്ന് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന എന്താ പറയുക ദിവസം പ്രതി അധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തില് വെൽനസ് എന്ന് പറയുന്ന അസുഖം വന്നിട്ട് ചികിത്സിക്കലല്ല, അസുഖം വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെയാണ് വെൽനസ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനി കാണുന്ന ആശയം മാത്രമല്ല, ഗവൺമെന്റ് പോലും കാണുന്ന വരാൻ പോകുന്ന ഒരു 50 വർഷം എന്ന് പറയുന്നത് വെൽനസ് യുഗമാണ്. അവിടേക്ക് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത്. അതെല്ലാം വെൽനസ് ആണ്, പ്രോപ്പറേറ്റീവ് മെഡിസിൻ ആണ്, ഫുഡ്
ഫുഡാണ്, ഭക്ഷണമാണ്. പഴയ കാലത്ത് നല്ല ഭക്ഷണം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാതും ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷെ നമുക്ക് ഇന്ന് ഏത് ഭക്ഷണം നമ്മൾ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒന്നുമില്ല. അതിന്റെ അഭാവത്തെ കുറയ്ക്കാനാണ് നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും. പക്ഷെ നമുക്ക് ഇന്ന് അസുഖത്തെ പോലും മറികടക്കാൻ ആ ഉൽപ്പന്നങ്ങളെല്ലാം ഹൈ റിസൾട്ടിൽ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. എലമെന്റ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്കറിയാം. നമ്മുടെ കമ്പനി 2 ബ്രാൻഡാണ് വെൽനസ് മാർക്കറ്റ് ചെയ്യുന്നത്, എലമെന്റ്സ് ലോൺ ആൻഡ് ലോൺ. എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവർക്കും അറിയാം. എലമെന്റ്സ് 2019, 2022, 2023 വളരെ ശക്തമായിട്ട് ലോകത്ത് തന്നെ ഏറ്റവും നല്ല വെൽനസിനുള്ള അവാർഡ് കേന്ദ്രമന്ത്രിയിൽ നിന്ന് വാങ്ങിച്ച ഒരു ബ്രാൻഡാണ് എലമെന്റ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഞാൻ ഉൽപ്പന്നങ്ങൾ പറഞ്ഞു തുടങ്ങി നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷെ ഞാനൊന്ന് ടച്ച് ചെയ്ത് പോകണുള്ളൂ. നിങ്ങൾ ആരെയാണോ ഈ അവസരം പരിചയപ്പെടുത്തിയത് അവരെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം ഒരു ഉൽപ്പന്നം എടുത്താൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽസ് പറയാൻ ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് പോയുള്ളൂ. നിങ്ങൾ ഏത് ഡീറ്റെയിൽസ് ആണെങ്കിലും അവരോട് കൃത്യമായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമുക്ക് ലിവർ ലിക്വിഡ് ഉണ്ട്, നമ്മുടെ ക്യാപ്സൂൾ ഉണ്ട്. ലിവറുമായി ബന്ധപ്പെട്ട് ലിവറിന് വേണ്ട ഫുഡ്, ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാപ്സൂളിലേക്ക് പോവുകയാണെങ്കിൽ വളരെയധികം ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നു. നമ്മുടെ ലിവഗെയിന്റെ ക്യാപ്സൂളിലേക്ക് വിടും. നമ്മുടെ കൊച്ചുമക്കൾ മുതൽ നമുക്ക് കൃത്യമായിട്ട് 10-15 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ലിവഗെയിന്റെ ലിക്വിഡ് കൊടുത്തിരിക്കണം. അത്രയും ഫാസ്റ്റ് ഫുഡുകൾ, കെമിക്കലുള്ള പാനീയങ്ങൾ എല്ലാം കഴിക്കുന്ന മക്കളെ പോലും കൃത്യമായിട്ട് ഒരു അസുഖങ്ങളിലേക്ക് പോകാതിരിക്കാൻ പറ്റാവുന്നതാണ് നമ്മുടെ ലിവഗെയിന്റെ ലിക്വിഡ്. അതേപോലെ തന്നെ കഫക്കെട്ടിന്റെ ലെൻസിനെ ക്ലീൻ ചെയ്യുന്ന, നമ്മുടെ ലെൻസിനെ കഫത്തെ പൊട്ടിച്ച് പുറത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കഫില്. നാച്ചുറൽ ഹണിയാണ്, ഷുഗർ പേഷ്യന്റും കുടിക്കാമെന്നുള്ളതാണ് നമ്മുടെ കഫില്. അതേപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫയർ ഏത് ഫാമിലിയിലും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മെമ്പേഴ്സും പ്ലസ് നിങ്ങൾ പരിചയപ്പെടുന്ന എല്ലാ മെമ്പേഴ്സിനും ആദ്യമായിട്ട് നമ്മുടെ കമ്പനിയിൽ കൊടുക്കേണ്ട പ്രൊഡക്ട്സ് ബ്ലഡ് പ്യൂരിഫയർ. ബ്ലഡിലെ കംപ്ലീറ്റ് അഴുക്കുകളെ ക്ലീൻ ചെയ്ത് നമ്മുടെ ഒരു അസുഖത്തിലേക്ക് കടത്തി വിടാതിരിക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നം ബ്ലഡ് പ്യൂരിഫയർ. അതേപോലെ തന്നെ മൂഡ് ഹീലിംഗ്, ഷുഗർ പേഷ്യന്റ് മുറിവണക്കി, നോവേദന ജെല്ല്, പേശിവേദന, സന്ധിവേദനയ്ക്കൊക്കെ വളരെയധികം റിസൾട്ട്. മേൽശക്തിമാൻ കൗണ്ടിന്റെ കുറവുകൊണ്ട് മോളിക്യൂൾസുകളൊന്നും കുട്ടികളിലാണ് പറയുന്നവർക്ക് വളരെയധികം റിസൾട്ട് കൊടുക്കുന്ന ഒരു ഉൽപ്പന്നം മേൽശക്തിമാൻ. അതേപോലെ ഫസ്റ്റ് സ്ട്രെസ്, നമുക്ക് എല്ലാവർക്കും സ്ട്രെസ്സാണ്. ഏത് വീട്ടിലായാലും ജോലിയായാലും എല്ലാം സ്ട്രെസ്സാണ്. സ്ട്രെസ് മാറ്റാനുള്ള പ്രൊഡക്ട്സ് അല്ല, സ്ട്രെസ്സിൽ നിന്ന് വരാവുന്ന പരമാവധി അസുഖങ്ങൾ മാറ്റി നിർത്തുകയും പോസിറ്റീവ് സ്ട്രെസ്സിനെ തന്നുകൊണ്ട് നെഗറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രെസ്. വളരെയധികം പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, ഇതിനൊക്കെ വളരെ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രെസ്. അതേപോലെ തന്നെ ഇമ്മ്യൂണോതെറി പ്ലസ്, പണ്ടത്തെ ത്രിഫല, കടുക്ക, കാനിക്ക, നെല്ലിക്ക, കുടലിൽ കംപ്ലീറ്റ് അഴുക്കളെ ക്ലീൻ ചെയ്ത് കളയുന്ന ഒരു ഉൽപ്പന്നം ഇമ്മ്യൂണോതെറി പ്ലസ്. നോവേദന ക്യാപ്സൂള് വേദന സഹായമല്ല, എന്താണോ വേദനയ്ക്ക് കാരണം ഫ്ലൂയിഡും മച്ചിയാണ് കുറവ്, അത് പൂർണ്ണമായിട്ട് നമുക്ക് തരുന്ന ഉൽപ്പന്നമാണ് നോവേദന ക്യാപ്സൂള്. ഹാർട്ടിനെ സംരക്ഷിക്കുന്ന ഉൽപ്പന്നം. നിർബന്ധമായിട്ടും കോവിഡ് ആഫ്റ്റർ എഫക്റ്റ് വല്ലാതെ ബാധിച്ചൊരു അവയവമാണ് ഹാർട്ട്. അതുപോലെ തന്നെ ലെൻസ്, നമ്മുടെ ഹാർട്ടിനെ 5 തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഫുഡാണ് നമ്മുടെ ഹാർട്ട്. പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ നോർമലാക്കും. അതേപോലെ തന്നെ ഐ എനർജി, ഐ ഹീല്, പ്രോനാസി, നിരവധി ഉൽപ്പന്നം മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മുടെ പ്രോട്ടീൻ പൗഡർ. ധാരാളം മാർക്കറ്റിൽ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. പക്ഷെ ആ പ്രോട്ടീൻ പൗഡറിലൊക്കെ ആയുഷ് സർട്ടിഫൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്ത ആയുഷ് സർട്ടിഫൈഡ് ഉള്ള ഒരു പ്രോട്ടീൻ പൗഡറാണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ. അതുപോലെ മോറോലൈഫ് വണ്ണം കുറയ്ക്കുക എന്നുള്ളതല്ല, നമ്മുടെ മെറ്റബോളിസം കറക്റ്റായി നമ്മുടെ കൊഴുപ്പുകളെ ശരീരത്തിലേക്ക് വീണ്ടും എനർജി അയക്കാൻ പറ്റുന്നു മോറോലൈഫ്. അതേപോലെ തന്നെ അത് പറയുമ്പോഴേക്കും കൈയടിക്കുകയാണ്. കാരണം നമ്മുടെ പ്രൊഡക്റ്റുകൾ 22 രൂപ മുതൽ 3000 രൂപ വരെ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഒരു മാസത്തേക്ക്. അതിൽ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഏറ്റവും വലിയുള്ള എന്താ പറയുക, മൃതസഞ്ജീവനി എന്ന് നിങ്ങൾ പറയാറുണ്ട്. 95 ക്യാൻസർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ, നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ആക്കാൻ, ക്യാൻസർ വന്നിട്ട് മാറാമെന്നല്ല, അവരെ സ്റ്റേജിനെ കുറയ്ക്കാൻ പറ്റും, അവരെ കീമോകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. കീമോ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണത്തെ തളർച്ചയെ ബാധിക്കാൻ, പാരലൈസ്ഡ് ആയിട്ട് തളർന്ന ആളുകളെ 6 മാസം കൊണ്ട് ഡോക്ടർ എണീക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ടീവായിട്ട് കൊടുക്കാൻ സഹായിക്കുന്ന, നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ആകുന്ന അമൃത് എന്ന് പറയാം. 16 ഫ്രൂട്ട്സുകൾ എക്സ്ട്രാക്റ്റ് ആണ്. ഇന്ത്യയിലെ 3 ഫ്രൂട്ട്സുകളും കറ്റാർവാഴ, നോനി, നെല്ലിക്ക, ബാക്കിയുള്ള ഓരോ ഫ്രൂട്ട്സും ഓരോ ലോക രാജ്യത്ത് സമ്പത്ത് തന്നെ പറയാം. ബ്ലാക്ക് കറന്റ്, ബ്ലൂ കറന്റ്, അസാൽബെറി, റെഡ് കറന്റ്, ഓരോ ബെറീസും നമ്മുടെ ഓരോ അവയവത്തെ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരു 90 ദിവസം ഒരു അസുഖം വരാതിരിക്കാൻ, ലക്ഷങ്ങൾ പണിയെടുക്കുന്ന ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ സേവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മഹത്തായ ഉൽപ്പന്നം 95
ലൈഫ് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാനാണ്. ഡയബറ്റിക്കിനെ എന്താ പറയുക, അതൊരു ജീവിത ശൈലിയാണ്. അത് പാൻക്രിയാസിനെ പൂർണ്ണമായിട്ട് വീണ്ടും പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ലൈഫ്. മറ്റൊരു ഇൻസുലിൻ നമുക്ക് പുറത്തുനിന്ന് തരുന്നു. ഇവിടെ വീണ്ടും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള നമ്മുടെ ലൈഫ് അതിനെ മനസ്സിലാക്കിയിട്ട് കൊടുക്കുക, മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ കൗച്ച് ഫ്രഷ് കോവിഡ് വന്ന സമയത്ത് കൃത്യമായിട്ട് പ്രധാനമന്ത്രി ശൈലജ ടീച്ചർ വീണ ജോർജ് വായി തോരാതെ പറഞ്ഞു, ആയുഷ് അതോറിറ്റിയിൽ അശ്വഗന്ധ നമുക്കൊന്നും ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലും ഒരു ഉൽപ്പന്നം പോലും നമ്മുടെ ഐഡിയയിൽ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ വീണ്ടും നമുക്ക് ആ ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ അറിയുന്ന ഫാമിലിയിലും കൊടുക്കാൻ പറ്റാവുന്ന 43 ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഈ നെല്ലിക്കയുടെ കലവറയായ ആയുഷ് സർട്ടിഫൈഡ് ഉള്ള ഒരേ ഒരു ഉൽപ്പന്നം അത് കവച് ഫ്രഷ് ആണ്. നമ്മളെ കവചമായി നിൽക്കുന്ന ഒരു ഉൽപ്പന്നം നമ്മുടെ കവച് ഫ്രഷ്. അത് പേഴ്സണൽ കയ്യിൽ ധാരാളം ഉണ്ട്. പേസ്റ്റ്, ഷാമ്പു, സോപ്പ്, അതൊക്കെ എന്താണ് 100% ഓർഗാനിക് ആണ്. നമ്മുടെ ഫേസ് വാഷ് ആയാലും ക്രീം ആയാലും നമ്മുടെ ഹെർബൽ പേസ്റ്റ്, പല്ലുവേദന, മോണപ്പഴുപ്പ് അതുപോലുള്ള പ്രശ്നങ്ങൾ 3 തരം പേസ്റ്റ് ഉണ്ട് നമുക്ക്. നമ്മുടെ ഹെർബലൊക്കെ ഇന്ന് 150 ഗ്രാം എന്ന് പറയുന്നത് മാർക്കറ്റിൽ സെൻസിറ്റീവ് പോലുള്ള പ്രശ്നമുള്ള ഡോക്ടേഴ്സ് എഴുതി തരുന്നത് ഇന്ന് 150 ഗ്രാം കിട്ടണമെങ്കിൽ 300 രൂപയിൽ മേലെ കൊടുക്കണം. ഇവിടെ 150 ഗ്രാം MRP കൊടുത്താലും 200 രൂപ വേണ്ടു. ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഇങ്ങോട്ട് കടന്നു വന്നതുകൊണ്ട് നമുക്ക് 143 രൂപയ്ക്ക് മേടിക്കാം. അതാണ് ഈ അവസരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പേഴ്സണൽ കെയർ ധാരാളം ഉണ്ട്. സോപ്പുകൾ, മൈ ഹോം എന്ന് പറഞ്ഞ ഇവിടെ നിന്നും നമ്മുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുന്നേക്കാളും മുൻപ് ധാരാളം ഹോം പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ നിന്നും വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, ഇന്ന് മാർക്കറ്റിനേക്കാൾ വില കുറവില് 100% ഓർഗാനിക് അല്ല നമ്മുടെ ടോയ്ലറ്റ്, ഫ്ലോർ, റൗണ്ട് ബാർ, ഇത് ഇത്രയും വില കുറവിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് മേടിക്കാൻ പറ്റുന്നു. യാശി നിങ്ങളുടെ ആളുകളിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത്രയും ഹൈ ക്വാളിറ്റി ആണ്. ഇവിടെ 100% ഓർഗാനിക് ആണ്. നമ്മൾ പൈസ കൊടുത്ത് പണം കൊടുത്ത് 100% കെമിക്കലാണ് ഇത്ര കാലം വാങ്ങിച്ചതെങ്കിൽ നമ്മുടെ നിത്യോപയോഗ സാധനം പോലും നമുക്ക് ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഇന്ത്യ ഗ്രോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൂടെ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ജൈവ വളങ്ങളാണ് നമ്മുടെ കൃഷിക്ക്, നെൽകൃഷിക്ക്, പച്ചക്കറിക്ക്, പൂക്കൾക്ക് എല്ലാം അടുത്ത ഒരു അഗ്രികൾച്ചറിന് അടക്കി വാഴാനുള്ള ഒരു ബ്രാൻഡാണ് ഇന്ത്യ ഗ്രോ എന്ന് പറയുന്നത്. വലിയ രീതിയിൽ റിസൾട്ട് കൊടുക്കുന്നതാണ്. അടുക്കളത്തോട്ടങ്ങൾക്കൊക്കെ വളരെ ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് നമ്മുടെ ഇന്ത്യ ഗ്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. MIDG വേൾഡ് എന്ന് പറയുന്ന ആപ്പ് കൂടെ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അക്കാദമി എന്ന് പറയുന്നത് ഞാൻ കോമൺ എഡ്യൂക്കേഷൻ ഒരു സിസ്റ്റമാണത്. ഇവിടെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ അവസരത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഈ അവസരം ഇന്ന് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മഹത്തായ ഇൻഡസ്ട്രിയാണെന്ന് പരിചയപ്പെടുത്തി. അത് ഇന്ന് ഇന്ത്യയിൽ തരുന്ന ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണെന്ന് പരിചയപ്പെടുത്തി. ആ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വേൾഡ് ക്ലാസ് റേഞ്ച് പ്രൊഡക്ട്സുകളാണെന്ന് പരിചയപ്പെടുത്തി. പക്ഷെ പല ആളുകളും എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്ന എല്ലാവരുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം, ഇതൊക്കെ ആയാലും എന്താണ് എനിക്ക് ഇവിടെ വന്നതുകൊണ്ട് പ്രയോജനം, ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ പ്രൊഡക്ട്സും ഈ കമ്പനിയൊക്കെ വെച്ച് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അവിടെയാണ് ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ്, എങ്ങനെ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 3 കാര്യങ്ങളെ കമ്പനി പറയുന്നുള്ളൂ. ആരാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്, ആ പരിചയപ്പെടുത്തിയ വ്യക്തിക്ക് നമ്മുടെ അഡ്രസ്സോ ഡീറ്റെയിൽസോ കൊടുക്കും. നമ്മൾ പരിചയപ്പെട്ട സമയത്ത് തന്നെയാണ് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുന്നതെങ്കിൽ അപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാം. ആരെങ്കിലും ഒരാൾ, എത്ര നമ്മൾ വലിയ ആളുകളാണെങ്കിലും ആരെങ്കിലും ഒരു പ്രാവശ്യം നമ്മുടെ കമ്പനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്യണം. ഒരു സ്പോൺസർ ID വേണം. ഈ സ്പോൺസർ ID വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ 10 അക്ക ID വരും. അന്ന് മുതൽ നമ്മൾ ഈ കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടറാണ്. ഒരു 10 അക്ക ഡിജിറ്റൽ നമ്പർ നമുക്ക് വരും. മൈലോസ്റ്റർ മാർക്കറ്റിങ്ങിന്റെ വളരെ താങ്ക് യു പറഞ്ഞിട്ട് ആ ID നമ്പർ ജീവിതാവസാനം വരെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ആ ID പർച്ചേസ് ചെയ്യാം. ഒരു എക്സ്ട്രാ വരുമാനം വേണമെങ്കിൽ, ഒരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൂടി നമ്മുടെ കമ്പനി തരുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ 10 അക്ക ID നമ്പറിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി ഉൽപ്പന്നങ്ങൾ, പറയാത്ത ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട്. ഇന്ന് 200ഓളം ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. ഈ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ള അളവിൽ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാം. അതായത് ആ പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഈ 3 കാര്യം മാത്രമേ നമ്മുടെ കമ്പനി ഈ ബെനിഫിറ്റുകളൊക്കെ തരാൻ നമ്മളോട് പറയുന്നുള്ളൂ. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളോട് പറയുന്നുള്ളൂ. ആര് പരിചയപ്പെടുത്തി അവർക്ക് അഡ്രസ്സോ ഡീറ്റെയിൽസോ കൊടുത്തു, രജിസ്റ്റർ ചെയ്തു, 10 അക്ക ID നമ്പർ വന്നു. ഈ ID നമ്പറിൽ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഷോപ്പുമാരും ബ്രാൻഡുമാരും പർച്ചേസ് ചെയ്തു. പർച്ചേസ് ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ റെക്കമെൻഡ് ചെയ്യാം. നമ്മുടെ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടറായ 6 ബെനിഫിറ്റുകൾ നമ്മുടെ കമ്പനി നമുക്ക് തരും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ അവസരം കേൾക്കാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്ന സമയത്ത് നമുക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിനാണ് വില കിട്ടുക.
ഞാൻ നേരത്തെ പറഞ്ഞു 197 രൂപയുള്ള പേസ്റ്റ് 150 ഗ്രാം നമുക്ക് ഇന്ന് ഈ അവസരത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് 143 രൂപ 50 രൂപ കുറവില് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിന് കിട്ടാനുള്ള ഒരു അവസരം. അപ്പൊ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ഉൽപ്പന്നങ്ങൾ കിട്ടി പ്ലസ് നമുക്ക് അത് ഇഷ്ടപ്പെട്ടു നമ്മുടെ സുഹൃത്തുക്കൾ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഇടനിലക്കാരും പരസ്യക്കാരും നമ്മളായതുകൊണ്ട് ആ 50 രൂപ അപ്പൊ നമ്മുടെ കയ്യിൽ വരുന്നതിനാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റീറ്റെയിൽ പ്രോഫിറ്റ് സെയിൽസ് ടേൺ ഓവർ ബോണസ് നമുക്ക് കിട്ടിയ അതേ അവസരം ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ പ്ലാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ആഴ്ചയിൽ കിട്ടുന്ന വരുമാനം, റാങ്ക് ഇൻകം, അതേപോലെ തന്നെ പെർഫോമൻസ് ബോൺസ്, റോയൽറ്റി ബോൺസ്, ഇങ്ങനെ മന്ത്ലി വരുമാനങ്ങൾ, ഇത്രയും 6 ടൈപ്പ് വരുമാനം തരുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പാണ് നിങ്ങളുടെ ഓരോരുത്തരും കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഓരോ ഉൽപ്പന്നങ്ങളും എല്ലാവർക്കും ഒരു വിലയല്ല. നമ്മുടെ കവച്ച് പ്രാവശ്യമൊക്കെ നിങ്ങൾ റീറ്റെയിൽ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു ബോട്ടിൽ കൊടുത്താൽ 400 രൂപയിൽ മേലെ നിങ്ങൾക്ക് ആ ഉൽപ്പന്നം കൊടുത്താൽ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് ആ സ്പോട്ടിൽ കൈവയ്ക്കാൻ സാധിക്കും. അങ്ങനെ പല രീതിയിലാണ് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതമായി ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നിലവിലുള്ള മേഖലയിലൊക്കെ പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല എന്നൊരു വസ്തുത തിരിച്ചറിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി അവസരമായി ഏറ്റെടുക്കുന്ന സമയത്ത് ഈ ഇൻകം പ്ലാൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ശ്രദ്ധിക്കേണ്ടത്. അത് ആഴ്ചയിൽ കിട്ടുന്ന വരുമാനമാണ്. അതിനെ പറയും സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്ന്. ഈ ഇൻകം പ്ലാൻ പഠിച്ച് മനസ്സിലാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ ബാക്കി ഓരോ വരുമാനങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. അതിനുവേണ്ടി പിന്നാലെ ഓടേണ്ട, ഇതിനു വേണ്ടി പിന്നാലെ ഓടിയാൽ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരും. അങ്ങനെയുള്ള ഇൻകം പ്ലാനില് നമുക്ക് ഇന്ത്യാഗ്രോ എലമെന്റ്സ് സോണൈഡോ എന്ന് പറഞ്ഞ 2 ബ്രാൻഡ് നമുക്ക് 75% ഈ സെയിൽസ് ടേൺ ഓവർ ബോണസ് തരാനായിട്ട് നമുക്ക് ബിസിനസിന്റെ 75%, ഇപ്പൊ 10,000 രൂപയുടെ ഉൽപ്പന്നം എടുത്താൽ 75%. ഇവിടെ 1000 രൂപയുടെ ഉൽപ്പന്നം എടുക്കുമ്പോൾ 750 രൂപയാണ് ബിസിനസ് കൂടെയായിട്ട് കയറുക. അതിന്റെ 12% നമുക്ക് വരുമാനമായിട്ട് വരിക. അതേപോലെ തന്നെ ആഹാർ ന്യൂ സ്റ്റാർ മൈബോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളാണ്. ഇതിന്റെ ബിസിനസ് കൂടെ കയറിയ 35%. അവിടെയും അതിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. കാരണം മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വിലക്കുറവില് 100% ഓർഗാനിക് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ കുറച്ച് PV നമ്മൾ കുറച്ചിട്ടാണ് കമ്പനി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് ഇൻകം പ്ലാൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഒരാളെ കാണാൻ പറ്റും. അത് ആരായാലും അത് നിങ്ങളാണെന്ന് സങ്കല്പിക്കുക. ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ 2 ഓർഗനൈസേഷനും ഞാൻ പറഞ്ഞത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ബിസിനസ്സാണ്. അവിടെയാണ് ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ബിസിനസ്. 2 ഓർഗനൈസേഷനിൽ ഏതൊരു അറിവില്ലാത്ത വ്യക്തി വന്നാലും അവർക്ക് വളരെ കൃത്യമായിട്ട് 2 ഓർഗനൈസേഷനിലും നടക്കുന്ന കച്ചവടത്തിന്റെ 12%. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, മുകളിലുള്ള ആള് ഓരോരുത്തരും നിങ്ങളാണ്. ആ നിങ്ങളുടെ ഐഡിയയില് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തു. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കൊടുക്കാനുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്തു. കാരണം സീരിയസ് ആയിട്ട് ബിസിനസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഒരു ഉൽപ്പന്നം മാത്രം വാങ്ങിക്കാം, ആരും നിർബന്ധിക്കില്ല. നിങ്ങളുടെ ജീവിതമായിട്ട് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ID നമ്പറിലൂടെ നമ്മുടെ ടൂളാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഉദാഹരണമായിട്ട് പറയാണ്, നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നു, ഒരു 14 രൂപയുടെ ഉൽപ്പന്നം എടുത്ത് വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 2 ഓർഗനൈസേഷനും സ്റ്റാർട്ട് ചെയ്തു. ഒരു സുഹൃത്തിനോ ബന്ധുവിനോ നമുക്ക് ഈ അവസരം നല്ലതാണെന്ന് തോന്നി, ഉൽപ്പന്നങ്ങൾ ഹൈ ക്വാളിറ്റി ആണെന്ന് തോന്നി, ആ 2 വ്യക്തികളോട് പറയാൻ നമ്മൾ തയ്യാറാണ്. നമ്മളെ പരിചയപ്പെടുത്ത ആളെയും കൂടെ കൂട്ടി ആ അവസരം അവരോട് പറയാൻ പോയ സമയത്ത് ഓർഗനൈസേഷൻ 1 ഒരു സുഹൃത്ത് വന്നു, ഓർഗനൈസേഷൻ 2 ഒരു ബന്ധു വന്നു. നമ്മൾ എന്താണ് അവിടെ ചെയ്തത്? നമ്മുടെ ഐഡിയയിൽ 10,000 രൂപ ഉൽപ്പന്നം എടുത്ത് വളരെ സീരിയസ് ആയി സ്റ്റാർട്ട് ചെയ്തു. ആ ചെയ്ത കാര്യം നമ്മുടെ സുഹൃത്തും ബന്ധു ചെയ്യാൻ തയ്യാറായി. ഓർഗനൈസേഷൻ 1 ഒരു 10,000 രൂപയുടെ ഉൽപ്പന്നം എടുത്ത് അവർ സ്റ്റാർട്ട് ചെയ്തു. ഓർഗനൈസേഷൻ 2 നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, ഒറ്റ 10,000 അല്ല വന്നാൽ 2 വ്യക്തിയിലൂടെ 5,000 വന്നു. അപ്പൊ അവിടെ കമ്പനിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് എത്ര ആളെന്നല്ല, അവിടെ ബിസിനസ് വോളിയം നടക്കുന്നുണ്ടോ. നിങ്ങളുടെ ഐഡിയ അടിച്ചാൽ ഐഡിയയുടെ ഓർഗനൈസേഷൻ 1 2 കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ 10% കിട്ടും. എത്ര ആള് വന്നു എന്നുള്ളത് ഒരു മാനദണ്ഡേ അല്ല. അപ്പൊ ഓർഗനൈസേഷൻ 1 2 10,000 വോളിയം നടന്നു. എല്ലാ വെള്ളിയാഴ്ചയാണ് ക്ലോസിംഗ്. എല്ലാ ശനിയാഴ്ചയാണ് ആഴ്ചയിൽ ആദ്യത്തെ ദിവസം. വെള്ളിയാഴ്ച 12 മണി വരെ നമുക്ക് ആ വോളിയം കൊടുക്കാം. അതിന്റെ 12% വരുമാനം വരുന്നത് ബുധനാഴ്ചയാണ്. അപ്പൊ ആഴ്ച ആ നിങ്ങളുടെ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് എത്രയായിരിക്കും വന്നിട്ടുണ്ടാവുക? അതിന്റെ 12% 1,200 രൂപ നമ്മുടെ ആഴ്ച വരുമാനമായിട്ട് നമുക്ക് അയച്ചു തരും. ഇനി ആ 2 വ്യക്തികൾ നമ്മളെക്കാൾ ആക്റ്റീവാണ്, നമ്മളെക്കാൾ ഈ അവസരത്തിന്റെ പ്രാധാന്യം മനസ്സിലായി, നമുക്ക് അവരെ കൂടെ നിന്നുകൊണ്ട് അവർ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, സപ്പോർട്ട് ചെയ്തു. അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും കാണാൻ പോയി. ഓർഗനൈസേഷൻ 1 ഒരു 20,000 രൂപയുടെ അവരുടെ സുഹൃത്തിനും ബന്ധുവിനും കണ്ടപ്പോൾ കച്ചവടം വന്നു. ഓർഗനൈസേഷൻ 2 ഒരു 20,000 രൂപയുടെ കച്ചവടം വന്നു. ആ വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വന്ന രണ്ടാളെ പരിചയമുള്ളൂ. പക്ഷെ നമ്മൾ ആ രണ്ട് വ്യക്തികളോട് വന്ന കച്ചവടം നമ്മളാണ് കാരണക്കാരൻ എന്നുള്ളത് കൊണ്ട് അതിന്റെ 12% 2400 രൂപ ആ ആഴ്ച വരുമാനമായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഈ പതുക്കെ ടീം ഡെവലപ്പ് ചെയ്ത് പോവാണ്. ഓർഗനൈസേഷൻ 1 1 ലക്ഷം രൂപയുടെ കച്ചവടം വന്നു. ഓർഗനൈസേഷൻ 2 2 ലക്ഷം രൂപയുടെ കച്ചവടം വന്നു. ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇത് 10,000 20,000 20,000 50,000 അങ്ങനെ ഒരുപോലെ നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഓർഗനൈസേഷൻ 1 വന്ന ആൾ ഇത്തിരി സ്ലോ ആണ്. ഓർഗനൈസേഷൻ 2 വന്ന ആൾ ശക്തമായിട്ട് ഇതിന് അവസരത്തെ ഏറ്റെടുത്തോണ്ടി അപ്പോൾ അവിടെ 2 ലക്ഷം രൂപ സ്വാഭാവികമായിട്ടും വന്നു. അവിടെ ആ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനി കണക്കാക്കുന്നത് എത്രയാഴ്ചയാണ് അവിടെ ചെറിയ വോളിയം മാച്ച് ചെയ്തത് അതിന്റെ 12% ആ ആഴ്ച വരുമാനമായിട്ട് നമുക്ക് വരും. അപ്പൊ അവിടെ 1 ലക്ഷമാണ്. ആ 1 ലക്ഷത്തിന്റെ 12% ആ മന്തിൽ ആ ആഴ്ച 12,000 രൂപ വരുമാനമായിട്ട് നമ്മുടെ കമ്പനി വരും. ഇപ്പൊ പല ആളുകളുടെ മനസ്സിലുണ്ടാവും 2 ലക്ഷമല്ലേ അവിടെ കച്ചവടം എന്റെ ടീമിൽ നടന്നത്, ബാക്കിയുള്ള 1 ലക്ഷം എങ്ങോട്ടും പോവോ, ഇത് കിട്ടുമോ? വളരെ പ്രാധാന്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാ വ്യത്യസ്തമായിട്ട് ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയിട്ടുണ്ടെങ്കിൽ അത് 1 കോടി വരെ അവിടെ ക്യാഷ് ചെയ്ത് വെക്കും. എപ്പോഴാണോ നിങ്ങൾക്ക് ഇപ്പുറത്ത് വോളിയം വരുന്നത് അപ്പോൾ അത് മാച്ച് ചെയ്ത് വരുമാനം വരും. അപ്പൊ അതുകൊണ്ട് ആ 1 ലക്ഷം അവിടെ ക്യാഷ് ചെയ്തു വെച്ചു. അത് അടുത്ത ആഴ്ച 5 ലക്ഷം ഓർഗനൈസേഷൻ 1 കച്ചവടം നടന്നു. അപ്പുറത്തെ സൈഡിൽ 4 ലക്ഷം നടന്നുള്ളൂ. പക്ഷെ നമുക്ക് കഴിഞ്ഞ ആഴ്ച 1 ലക്ഷം അവിടെ ക്യാരി ഫോർഡ് ഉണ്ട്. ആ ക്യാരി ഫോർഡ് അതിന്റെ കൂടെ പോയിട്ടുണ്ട് 5 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്തു. അതിന് 12% 60,000 രൂപ നമ്മുടെ ആഴ്ച വരുമാനമായിട്ട് അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചു തരും. ഇനി പതുക്കെ ടീം ഡെവലപ്പ് ചെയ്തു. നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് ബിസിനസ്സിലേക്ക് കാണുന്നത്, ജീവിതമായിട്ടാണ് ഏറ്റെടുത്തത്. നമ്മൾ ഇതുമായി സഞ്ചരിച്ചു, നിരവധി ആളുകളിലേക്ക് പോയി, നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്തു. 10 ലക്ഷം ഓർഗനൈസേഷൻ 1 വന്നു, 10 ലക്ഷം ഓർഗനൈസേഷൻ 2 വന്നു. അവിടെ വളരെ കൃത്യമായിട്ട് ഈ 10 ലക്ഷം എങ്ങനെ വരുമോ നമുക്ക് ഒരു ചിന്തയുണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും ഈ സിസ്റ്റത്തിന്റെ കൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും 2-3 വർഷമേക്ക് 10 എന്നല്ല എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ വരും. കാരണം സെൽഫ് യൂസേജിന് ആളുകൾ വരും, റീറ്റെയിൽ ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂടെ കടന്നു വരും. എല്ലാം ഒരുപോലെ ചെയ്യണം നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ല. സ്വന്തമായിട്ട് ചിലപ്പോൾ വളരെ തിരക്കുള്ള വ്യക്തികളാണ്, നല്ല ഗുഡ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണ്, സ്വന്തമായിട്ട് അവർ യൂസ് ചെയ്യും. അവർ ബിസിനസ് ചെയ്യണമെന്ന് എന്താ നിർബന്ധം? ഒരു നിർബന്ധമില്ല. അപ്പൊ സെൽഫ് യൂസേജ് വരും, റീറ്റെയിൽ ചെയ്യുന്ന ആളുകൾ വരും, അവർ റീറ്റെയിൽ മാത്രം ആസ്വദിക്കുന്ന ആളായിരിക്കും. ഹോം ഷോപ്പിംഗ് ചെയ്യുന്ന ആളുകൾ വരും, വെൽനസ് സെന്ററുകൾ ചെയ്യുന്ന ആളുകളും, ചില ആളുകൾ റിക്രൂട്ട്മെന്റ് മാത്രം നടത്തും. ഇങ്ങനെ പല വ്യത്യസ്തമായ ആളുകൾ നമ്മുടെ ടീമിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇത്രയും വലിയ വോളിയത്തിലേക്ക് നമുക്ക് വരിക. അങ്ങനെ 10 ലക്ഷം എന്ന് പറയുന്നതിന്റെ 12% 1,20,000 രൂപ ആ ആഴ്ച നമുക്ക് വരുമാനമായിട്ട് വരും. നമ്മളിങ്ങനെ വളരെ കൃത്യമായിട്ട് പറയാം, ഇതിങ്ങനെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് കമ്പനി. ആ ലിമിറ്റ് എന്ന് പറയുന്നത് 17 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 1 17 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 2 വരുമ്പോൾ കമ്പനിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 2,10,000 എന്ന് പറയുന്ന ഒരു മാക്സിമം ആഴ്ച നമ്മുടെ മുന്നിലേക്ക് വരിക. അങ്ങനെ 500 രൂപ മുതൽ 2,10,000 വരെ കിട്ടാവുന്ന ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയാണ്. 500 രൂപ കിട്ടാനും ഒരു എഫേർട്ട് ഉണ്ട്, 2,10,000 കിട്ടാനും അതിൻ്റെതായ എഫേർട്ട് ഉണ്ട്. സിസ്റ്റം മനസ്സിലാക്കുക, അതേപോലെ തന്നെ മുന്നോട്ട് പോവുക. പെർഫോമൻസ് ബോൺസ്, അതേപോലെ തന്നെ റാങ്ക് ഇൻകം, ലോയൽറ്റി ബോൺസ്. അതേപോലെ തന്നെ ലോയൽറ്റി ബോൺസ് എന്ന് പറയുമ്പോൾ DTC ഒക്കെ റാങ്ക് ആയാൽ 1 മാസം സാലറി പോലെ നമ്മുടെ കമ്പനി നമുക്ക് തരുന്നതാണ് ഈ സിസ്റ്റത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ. അതേപോലെ ഡയമണ്ട് റോയൽറ്റി ഇതൊക്കെ നമുക്ക് ഇതൊരു നോമിനി ഫെസിലിറ്റി. വളരെ വലിയ രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു ബിസിനസ്. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫോം ഫിൽ ചെയ്യാൻ പറയും. ആ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് ഒരു നോമിനിയെ എഴുതാൻ പറയും. പക്ഷെ ഒരു ഗൗരവത്തോടു കൂടിയല്ല ഒരാളും ആ നോമിനിയുടെ പേരെഴുതുന്നത്. ഞാൻ പോലും അത് തന്നെയായിരുന്നു. ഒരു നോമിനിയുടെ പേരെഴുതുമ്പോൾ അതിന് ഗൗരവം നമുക്ക് മനസ്സിലാവണില്ല. പക്ഷെ ആ സീരിയസ് ആയിട്ട് ബിസിനസ്സിൽ വന്ന് നമ്മൾ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചാലും നമ്മൾ ഇല്ലാതായാൽ ആ കാര്യം അവിടെ കൃത്യമായിട്ട് നമ്മുടെ ഫാമിലിക്ക് കട്ടാവുകയാണ്. പക്ഷെ ഈ ബിസിനസ്സാണ് നമ്മുടെ ജീവിതമായിട്ട് ഏറ്റെടുത്ത് നല്ല ഒരു വരുമാനം നേരത്തെ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുന്ന വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലാണ്ടായാൽ പോലും ആ നോമിനിക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വരുമാനങ്ങളും ആ ആഴ്ച തന്നെ കൈമാറുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു 6 കാര്യങ്ങൾ നമ്മുടെ കമ്പനിക്ക് പ്രൂവ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ എങ്ങനെയാണ് ട്രാക്ക്, എങ്ങനെയാണ് നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻകം പ്ലാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ ആണ്. ഒക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതേപോലെ തന്നെ ISO 9001-2054 ക്വാളിറ്റി മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻ ഒരു കമ്പനി. ഫിക്കിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായ സംഘടനയായിട്ടുള്ള ഫിക്കിയുടെ ഒരു പ്രൗഡ് മെമ്പറാണ് നമ്മുടെ കമ്പനി. ഫെഡറേഷൻ അസോസിയേഷന്റെ ഒരു ഫെല്ലോ മെമ്പർ കൂടിയാണ് നമ്മൾ. അതേപോലെ തന്നെ സ്കിൽ
കേന്ദ്ര ഗവൺമെന്റ് സ്കിൽ ഇന്ത്യയിലെ ടൈപ്പായിട്ടുള്ള ഒരേ ഒരു കമ്പനി മൈ നെസ്റ്റൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ വളരെ ശക്തമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൊണ്ടുവന്ന ആളുകളുമായിട്ട് വളരെ ശക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളൊരു തീരുമാനമെടുക്കുക. എപ്പോഴും തീരുമാനമെടുക്കുന്നത് തിരിച്ചറിവോടുകൂടിയായിരിക്കണം. നിങ്ങൾ നിൽക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുക. നമ്മുടെ ആയുസ് മുഴുവൻ മുന്നോട്ട് പോയാൽ എത്ര രൂപ അവിടെ നേടാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബിസിനസ്സിലൂടെ 3, 4, 5 വർഷം നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സക്സസ് എന്താണ്? ഈ മേഖലയിൽ എല്ലാവരും പുറകോട്ട് പോകുന്ന ഈ ഇൻഡസ്ട്രിയായിട്ട് ഒരു ധാരണയിലായിട്ട് വരുന്നു. ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് എല്ലാം പഠിച്ചു മനസ്സിലാക്കി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലീഡേഴ്സ് പഠിച്ച പാതയിലൂടെ പോകുക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ അതിനെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിദ്യ. എന്നെ ഈ അവസരം പരിചയപ്പെടുത്തുന്ന എൻ്റെ ഗ്രേറ്റ് WDC TK സുരേഷ് സാറാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ആത്മാർത്ഥമായ ഒരു നന്ദി ഞാൻ അറിയിക്കുന്നു. ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നേക്കാൾ മുമ്പ് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ഓടുന്ന സമയത്താണ് ഈ അവസരം കേട്ടത്. ഞാൻ ഓടി അവസരമൊന്നും കേൾക്കാൻ വന്നിട്ടില്ല. ഒരു 3 മാസത്തോളം എൻ്റെ പുറകെ തന്നെ നടന്നു. ലീഡേഴ്സിന്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഈ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് ഈ ബിസിനസ് എൻ്റെ പിന്നാലെ നടന്നു കേൾപ്പിച്ചു. ഞാൻ കേട്ട സമയത്തും എന്നെ പുറകോട്ട് വിളിച്ചത് ആ പ്ലാൻ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് പരിചയപ്പെടുത്തി കൊടുപ്പിടിയിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവാൻ സംശയം. നമുക്ക് ആളുകളോട് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ട് വേണ്ട ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കൊടുക്കാൻ. ഇൻകംപ്ലാനും ഇഷ്ടപ്പെട്ടു, പ്രൊഡക്റ്റ് നല്ലതാണ് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ സംസാരിക്കാം, ആളുകളെ കൺവിൻസ് ചെയ്യണം. പക്ഷെ ധൈര്യമായിട്ട് മനസ്സിലാക്കുക, ഇത് ദൈവത്തിന്റെ കരസ്പർശമുള്ള ഉൽപ്പന്നമാണ്. 2 ലക്ഷം രൂപയുടെ ഹോം ഷോപ്പ് എടുത്തുകൊണ്ടാണ് ഇത്രയും അടിച്ചത്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ്സിലേക്ക് കടന്നത്. 4 ആഴ്ച കഴിയുമ്പോഴേക്കും RTP അവരെന്നെ പങ്കെടുത്തു. എൻ്റെ ഗ്രേറ്റ് ഗുരുനാഥൻ സാറിന്റെ ഒരു RTP പങ്കെടുത്തിട്ടാണ് ഞാൻ ഉറച്ച തീരുമാനം എടുത്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചറിവാണ് ഈ ബിസിനസ്സിലേക്ക് വേണ്ടത്. ഞാൻ എത്ര വർഷം ആ മേഖലയിൽ പണിയെടുത്താലും എൻ്റെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അവിടെ തീർച്ചയായിട്ടും 5, 10 വർഷം എടുത്താലും നമ്മുടെ ജീവിതത്തിൽ ഇവിടെ സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. ഈ ബിസിനസ്സിന് കൂടെ ആത്മാർത്ഥമായി ഡെഡിക്കേറ്റ് ആണ് പ്രവർത്തിച്ചിരുന്നത്. കമ്പനിയുടെ ഒരൈഡി STC, അടുത്ത DTC, അതിന് ഇന്ന് കോവിഡിന് ശേഷം വന്ന ID, ഇപ്പോൾ RTC അതിശക്തമായിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിച്ചു പോകുന്ന NTCയിലേക്ക് വളരെ ശക്തമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി ജഗദീശ്വരൻ അയാൾ അറിവും കഴിവൊക്കെ തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ജയ്.